ഇതൊരു സ്വപ്നം സാക്ഷാത്കരിച്ചൊരു ദിവസമാണ്. നീലിറ്റ് ബൈ ഗായത്രി അരുൺ സംഭവിച്ചിരിക്കുകയാണ്, ഗൈസ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനൊരു ലുക്ക് മാറ്റി പിടിക്കാം. യുദ്ധം എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു സത്യത്തിൽ ഇതിന്റെ ഓപ്പണിംഗ്. കലാശക്കൊട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഇതിന്റെ പേരാണ് നെയിലിറ്റ് എന്നുള്ളത്. അത് പലരും ചോദിച്ചു ആരുടെ ഐഡിയ ആണ് എന്നല്ല. നെയിലിറ്റ് എൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു. പേര് വന്നതിന് ശേഷമാണ് ബാക്കി ഐഡിയ ഒക്കെ വന്നത്. പിന്നെ ഞാൻ ഈ ഒരു തോട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് തന്നെയാണ്, പ്രിയേച്ചി. പ്രിയേച്ചിയാണ് ഇതിന്റെ ഡിസൈനർ. പ്രിയേച്ചി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ പ്രിയേച്ചിയോടാണ് ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു ഫസ്റ്റ് ഒരു ആരോടെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ഫോർമലി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നത് പ്രിയേച്ചിയോടാണ്. പ്രിയേച്ചി എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ പാലറ്റ് വേണം എന്ന് പറയുന്നതും അപ്പോൾ പ്രിയേച്ചിയോട് നമുക്കൊരു യൂഷ്വൽ സലൂൺ കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു റിലാക്സിങ് ഫീല് തോന്നുന്ന ഒരു കളർ ടോൺ നമുക്ക് പിടിക്കാം, വേറൊരു തീമിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒരു പൂർണ്ണ രൂപത്തിൽ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുതന്നത് പ്രിയേച്ചിയാണ്. പ്രിയേച്ചിയോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം തുടക്കം മുതൽ ഇപ്പതാ ലാസ്റ്റ് ഇനോഗ്രേഷൻ്റെ തലേ ദിവസം ഇത് ഫുൾ പൊടിയൊക്കെ തൂത്ത് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വരെ പ്രിയേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയേച്ചിയോടുള്ളൊരു താങ്ക് യു പറയാൻ കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുകയാണ്. ഇത്ര ഒരു സ്ഥാപനത്തിൽ ഇതിൻ്റെ ഒരു ഇന്റീരിയറിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും ഇൻഡോർ പ്ലാന്റ്സ് അത്യാവശ്യമാണ്. ചേർത്തലയിൽ തന്നെ ആദ്യമായിട്ട് റെന്റൽ പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു നെയിലിറ്റിലാണ് ആദ്യമായിട്ട് നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയിരിക്കുന്നത്. പ്ലാന്റ്സ് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ച പ്ലാന്റ്സ് അല്ല ഇവിടെ ഇരിക്കുന്ന ഒരു പ്ലാന്റ്സും. എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് അമ്മ നഴ്സറിയിൽ നിന്നാണ്. അതിൻ്റെ സാരഥി പിപ്സൻ ചേട്ടനാണ്, നമ്മുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ എറണാകുളത്തൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് വളരെ കോമൺ ആണ്. ചേർത്തലയിൽ എനിക്ക് തോന്നുന്നില്ല മറ്റാരും ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് നമ്മളൊരു ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റീരിയറിനനുസരിച്ച് വേണ്ട എല്ലാ പ്ലാൻസും അവർ പ്രൊവൈഡ് ചെയ്യും. അതിനൊരു റെൻറ്റ് മന്ത്ലി നമ്മളൊരു റെൻറ്റ് കൊടുക്കണം. ബാക്കി മെയിൻ്റനൻസ് ഒന്നും നമ്മുടെ ഡ്യൂട്ടി അല്ല. ഇനി എന്തെങ്കിലും ചെറിയ അതായത് ഇലയിൽ കളർ വ്യത്യാസമൊക്കെ കാണുക അല്ലെങ്കിൽ ചെറുതായിട്ട് ഉണങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റാഫിനെ വിടും, എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ മന്ത്ലി വൺസ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് എപ്പോഴും ഒരു ഫ്രഷ് ലുക്കായിരിക്കും. കുറേ നാൾ ഒരേ പ്ലാന്റ്സ് കണ്ട് നമുക്ക് തന്നെ ഒരു മൊണോട്ടണസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് എവറി മന്ത് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ മന്ത്ലി വരുമ്പം ഒരു ഫ്രഷ് ലുക്ക് തരാനായിട്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് ആ ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അമ്മ നഴ്സറിയാണ്. പിപ്സി ചേട്ടാ, താങ്ക് യു സോ മച്ച്. മറ്റൊരു എടുത്തു പറയേണ്ട പേര് നമ്മുടെ ബോർഡൊക്കെ ഡിസൈൻ ചെയ്തത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമാണ്, ഒറസ്റ്റസ് ടെക്നോളജി. അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അവരും വളരെ പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ കൂടെ നിന്നു. പലപ്പോഴും നമ്മുടെ ബ്രാൻഡിങ്, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ, വെബ്സൈറ്റും ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു ഇത് ആരാ ചെയ്തത്, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുണ്ട്, പ്രീമിയം ലുക്ക് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ആണ്, ഒറസ്റ്റസ് ടെക്നോളജീസ് ആണ്. അതേപോലെ അവർ ഡിസൈൻ ചെയ്ത നമ്മുടെ ബോർഡ്, അതിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര ഒരു ഔട്ട്പുട്ടാണ് ആ ബോർഡിനും. നമ്മുടെ ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ നെയ്ബർ കൂടിയായ സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ സുരേഷ് ഏട്ടനും ഒരു താങ്ക്സ്. അന്ന് വേദിയിൽ വെച്ച് ഞാൻ എല്ലാവരും എൻ്റെ ഓർമ്മയിൽ വന്ന എല്ലാവർക്കും ഒരു ചെറിയ നന്ദി ഞാൻ അന്ന് പ്രകാശിപ്പിച്ചിരുന്നു. നമ്മുടെ ഇനോഗ്രൽ ഡേയുടെ അന്ന് സ്റ്റേജിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ടൈൽ വർക്ക് ചെയ്ത ബിനോയ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ. പക്ഷെ ഞാനന്ന് വിട്ടുപോയ ഒരാളുണ്ട്. നമ്മുടെ എന്താ പറയുക, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എൻ്റെ കൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്പേസ്, എൻ്റെ സ്ഥാപനത്തിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അനിൽകുമാർ. അദ്ദേഹവും വൈഫും രണ്ടുപേരും ആ സ്ഥാപനത്തിൻ്റെ താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ചാവി ഒരു ആഴ്ച മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു,
നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞിട്ട് തന്നാൽ മതി ആ ചാവി, ഏത് സമയത്ത് വേണമെങ്കിലും ആ എൻ്റെ ഓഫീസ് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് അനിലേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ടാക്സ് കൺസൾട്ടൻസിയുടെ ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഓഫീസിൻ്റെ ചാവി പോലും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാനന്ന് ഇനോഗ്രേഷൻ എന്ന് പറയാൻ വിട്ടുപോയിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു വലിയ നന്ദി അദ്ദേഹത്തിൻ്റെ വൈഫിന് നേരാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പിന്നെ വിട്ടുപോകാൻ പാടില്ലാത്തത് എൻ്റെ സ്റ്റാഫ്സാണ്. നമുക്ക് ആ സ്റ്റാഫ്സിനെയും നെയിലിറ്റും ഒക്കെ ഒന്ന് കാണാം. നെയിലിറ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങളെ ആദ്യം റിസീവ് ചെയ്യുന്നത് റിസപ്ഷൻ ഏരിയയും ഈ ഒരു ലോഞ്ചും ആണ്. ഈ ലോഞ്ച് ഈ ഒരു കളർ തീമിൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് ഈ ഒരു നമ്മളിത് കസ്റ്റം ചെയ്തെടുത്ത ഒരു സോഫ സെറ്റാണ്. പിന്നെ 2 ഓട്ടോമാൻ ആയിട്ടിരിക്കുന്നത്. കാരണം ഇവിടെയും കൂടെ ഒരു സോഫ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആകെ കൺജസ്റ്റഡ് ആയിപ്പോവും. ഇവിടെ ചെറിയ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പോയി നമ്മുടെ പുച്ചൻ ചേട്ടൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലാഫിംഗ് വിത്ത് നമ്മുടെ ക്യാമറമാൻ സുമിൻ നമ്മുടെ ഇനോഗ്രൽ ഡേയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുമിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സൂം വരുന്നത്. അപ്പോൾ സുമിൻ വിയറ്റ്നാം പോയിരിക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇല്ലാത്ത ആബ്സെൻസ് ഇനി തിരിച്ചു വരുമ്പോൾ എൻ്റെ തെറി കേൾക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ലാഫിംഗ് വിത്ത്. അത് ഇത്തിരി വെയിറ്റ് ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ. സോ ചേർത്തലയിലുള്ള നെയിൽസിലേക്ക് നിങ്ങൾ ആദ്യം വരുമ്പോൾ കാണുന്ന ഫേസ് നമ്മുടെ സലൂൺ മാനേജർ അനഘയുടേതാണ്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. ആളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർവീസസിനെ പറ്റിയിട്ടൊക്കെ. അനഘ സെറ്റ് അല്ലേ? യെസ്. ഇനി അകത്തേക്ക് പോകാൻ വരും. നിങ്ങളുടെ സർവീസൊക്കെ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് അത് കഴിയുമ്പോൾ നിങ്ങൾ പോകുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹെയർ കട്ടിങ് സെഷൻ വരുന്നത്. ഇനി നമ്മുടെ മെയിൻ സെഷനാണ് നമ്മുടെ നെയിൽ സെഷൻസ് ആണ്. ഇതൊക്കെ ഇവരുടെ ആർട്ട് വർക്കുകളാണ് ഇവിടെ നിറയെ. രാമൻ ആൻഡ് ഉഷ ഇവർ രണ്ടുപേരാണ് നമ്മുടെ നെയിൽ ടെക്നീഷ്യൻസ്. രണ്ടുപേരും എക്സ്പേർട്സ് ആണ്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ രാമൻ ചെയ്ത വർക്കുകളാണ്. ഞാൻ ഉഷയുടെ ഉണ്ട്. ഉഷ ഈ ഉഷ आपने किया था ना? ഉഷ ചെയ്ത മിക്കി മൗസിനെ കണ്ടില്ലേ? ഇവരാണ് നമ്മുടെ നെയിൽ സ്റ്റാഫ്സ്. ഇനി ആൻഡ് ദിസ് ഇസ് അപർണ. ഹായ് അപർണ, സേ ഹായ്. സോ ഇനി ഇത് നമ്മുടെ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് റൂമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഹെയർ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്കി ആൻഡ് ബുദ്ധ. ഇത് നമ്മുടെ സ്പാ റൂം. ഇതാണ് നമ്മുടെ സിനിമോ സ്റ്റാഫാണ് വിജി. വിജി ഒരു എല്ലാ കാറ്റഗറിയിലും വിജി ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പോൾ വിജി ഇവിടെ ഹൈഡ്രാ ഫേഷ്യൽസ് ആണെങ്കിലും ഹെയർ കട്ട് ആണെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും വിജയെ നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. മിക്ക കസ്റ്റമേഴ്സും സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ വിജിക്ക് പറയാറുണ്ട്. മെയിൻ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, നമ്മുടെ ലിസ് ചേച്ചി. ഈ സലൂൺ അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുന്നത്. ലിസ് ചേച്ചി ഒരു ഹൈ ആൻഡ്. ലിസ് ചേച്ചിയാണ് നമ്മുടെ ഹെൽപ്പർ ചേച്ചി. നമ്മുടെ ഇനോഗ്രേഷന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് പ്രീവിയസ് ഡേ വരെ വിളിച്ച ആൾക്കാരുണ്ട്. തലേദിവസമാണ് നമ്മൾ ചിലരെ ഓർത്തിട്ട് നമ്മൾ വിളിക്കാൻ വിട്ടുപോയ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോഷൂട്ടിന് എനിക്ക് എൻ്റെ സ്ഥിരം കോസ്റ്റ്യൂംസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നെയിലിറ്റിൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിൻ്റെ എല്ലാവരും കണ്ടതാണ്. പല പോസസിലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ടിന് എൻ്റെ കോസ്റ്റ്യൂം സ്റ്റൈലിംഗ് ചെയ്ത എൻ്റെ സ്റ്റൈലിസ്റ്റ് ഡൊമിനിക്കിനെ വരെ ഞാൻ വിളിക്കാൻ വിട്ടുപോയി. അപ്പം അങ്ങനെ കുറേ പേര് നമ്മൾ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് വിളിച്ചതെങ്കിലും ഓടിയെത്തിയ എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി പറയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് മിയ, കൈലാസ് മേനൻ, രചന, അശ്വതി ശ്രീകാന്ത്, ശ്രുതി രജനീകാന്ത്, മഞ്ജുപിള്ള ചേച്ചി, അങ്ങനെ ഇൻഡസ്ട്രിയിലുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് വന്ന എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എന്താ പറയുക, എല്ലാവരും എടുത്തു പറഞ്ഞത് നമ്മുടെ ചേർത്തലയുടെ സ്വന്തം ഒരു കുഞ്ഞു കലാകാരനുണ്ടായിരുന്നു, ദേവദത്തിൻ്റെ വയലിൻ കോൺസേർട്ട്, ഒരു ഫ്യൂഷൻ കോൺസേർട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കൈലാസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വായിച്ച് കൈലാസ് ഇംപ്രസ്ഡ് ആയി, കൈലാസ് മേനൻ. എന്നിട്ട് കൈലാസ് അവൻ്റെ നമ്പറൊക്കെ ചോദിച്ചിരുന്നു. അത് അവനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് കൊണ്ട് ഇനോഗ്രൽ ഫംഗ്ഷൻ ഭയങ്കര എന്താ പറയുക, ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ചേർത്തലക്കാരുടെ അഹങ്കാരത്തോടുകൂടി നിങ്ങളുടെ കുട്ടിയാണ് ഞാൻ ചേർത്തലക്കാരനാണ് എന്ന് ഭാവിയിൽ പറയാൻ പോകുന്ന ഒരു അത്ഭുത പ്രതിഭയാണ്.
കൃഷ്ണ. സോ ഇതാണ് നെയിൽ ഇറ്റ് ബൈ ഗായത്രി അരുൺ എന്ന എൻ്റെ സ്വപ്ന സംരംഭം. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് എൻ്റെ കൂടെ നിന്ന് എല്ലാവരും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ്, ഒരു ഇനോഗ്രൽ ഫംഗ്ഷനൊക്കെയാണ് നടന്നത്. അതിൻ്റെയൊക്കെ വിഷ്വൽസ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ചടങ്ങിനും അല്ലെങ്കിൽ അതുവരെയും കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. ചേർത്തല എന്ന എൻ്റെ സ്ഥലത്താണ് നെയിൽ ഇറ്റ് ബൈ ഗായത്രി അരുൺ. ഇവിടുത്തെ സർവീസസിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പോൾ നെയിൽ, ഹെയർ, ഫേഷ്യൽസ്, ഹൈഡ്രാ ഫേഷ്യൽസ്, പെഡിക്യൂർ, മാനിക്യൂർ തുടങ്ങി എല്ലാ സർവീസസും ഇവിടെ അവൈലബിൾ ആണ്. അതും പ്രീമിയം സലൂൺസിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ബേസിക് റേഞ്ച് മുതൽ പ്രീമിയം റേഞ്ച് വരെ എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സെൽഫ് പാമ്പറിങ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നെയിൽ ഇറ്റ് ബൈ ഗായത്രി അരുൺ എപ്പോഴും നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആണ്. ഞാൻ മറ്റ് ഷൂട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ എൻ്റെ സർവീസസും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ചില സ്ഥല പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത ഒരു സ്പേസും കൂടെ നമ്മൾ എടുത്തിട്ട് അത് ഒരു യൂണിസെക്സ് സലൂണായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതോടെ വർക്കുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം തുടക്കത്തിൽ എല്ലാവരും ചോദിച്ചു, ഞങ്ങൾക്ക് ജെൻസിനില്ലേ, ഞങ്ങൾക്ക് ബിയേർഡൊക്കെ ശരിയാക്കാനായിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ വരണ്ടേന്നൊക്കെ ചോദിച്ച കുറേ ഫ്രണ്ട്സ് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട്, അതായത് ഒരു ഫാമിലി സലൂണായിട്ട് നെയിൽ ഇറ്റ് ബൈ ഗായത്രി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതൊരു ഫാമിലി സലൂണായിട്ട് ഡെവലപ്പ് ആവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നെയിൽ ഇറ്റിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.